പ്രപഞ്ചത്തിൽ അനേകായിരം ശക്തികൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഉള്ളത്, അല്ലേ? അപ്പം ഇതിൻ്റെ ഒന്നിൻ്റെയും കർത്തവ്യം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കർത്താവാൻ നോക്കണ്ട. കാരണം കർത്താവായി കഴിഞ്ഞാൽ കുരിശിൽ കയറേണ്ടി വരും. അപ്പോൾ ഇവിടെ എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഞാനായിട്ടുണ്ടാക്കിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ അവനവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നാൽ മതി. അപ്പോൾ അവനവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുമ്പം അവിടെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ള ഭാഗമില്ല. കാരണം ഞാനുമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ഒരു സെക്കൻഡ് പോലും എനിക്ക് മാറാൻ പറ്റില്ല. മറിച്ച് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ചില ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കാൻ തോന്നും. അവിടെ എന്നിൽ അഹങ്കാരം വരും. അഹങ്കാരം എന്ന് പറയുമ്പം ഈ പല്ലി ഇതിൻ്റെ മേൽക്കൂര താങ്ങി നിർത്തുന്ന പോലെ ഈ പ്രപഞ്ചം താങ്ങി നിർത്തുന്ന ആൾ ഞാനാണെന്നുള്ള ഒരു തോന്നൽ വരും. ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിൻ്റെയും പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. പിന്നെ ഒരു കാലത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്തു പോവുക. ചെയ്തു പോകുമ്പം ആ ചെയ്ത്തിൽ നിന്നാണ് ഇതിൻ്റെ തെളിച്ചം വരുന്നത്. ചെയ്തിട്ട് ഫലമുണ്ടാക്കാൻ നോക്കണ്ട.